ഡിയർ ഫ്രണ്ട്സ്, ഐ ആം എം എ റഷീദ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ വളരെയധികം സന്തോഷപ്രദമാക്കുന്ന 4 ഹാപ്പി ഹോർമോൺസിനെ, ഫീൽ ഗുഡ് ഹോർമോൺസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഡോപ്പാമിനെ കുറിച്ചും ഓക്സിറ്റോസിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് വി ആർ ടോക്കിംഗ് അബൌട്ട് എ ക്രൂഷ്യൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ദാറ്റ് പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ അവർ മൂഡ്, മെന്റൽ ഹെൽത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തെ നിർണായകമായ പങ്കുവഹിക്കുന്ന സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കുറിച്ചാണ്. ഇതിന് ഫീൽ ഗുഡ് ഹോർമോൺ എന്നും പറയാറുണ്ട്. നമ്മുടെ വിശപ്പ്, ഉറക്കം, അതുപോലെ മാനസികാവസ്ഥ എന്നിവയ്ക്ക് നിയന്ത്രിക്കുന്ന ഒന്നാണ് ഈ ഹോർമോൺ. സെറോട്ടോണിനെ മൂഡ് സ്റ്റെബിലൈസർ എന്നും വിളിക്കാറുണ്ട്. എന്താണ് സെറോട്ടോണിൻ? വാട്ട് ഈസ് സെറോട്ടോണിൻ? സെറോട്ടോണിൻ ഈസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബ്രെയിൻ ആൻഡ് ഗട്ട്. കുടലിലും അതുപോലെ തലച്ചോറിലുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇറ്റ് ഹെൽപ്സ് ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ബിറ്റ്വീൻ ന്യൂറോൺസ് ഇൻഫ്ലുവൻസിങ് മൂഡ്, അപ്പറ്റൈറ്റ് ആൻഡ് ഡൈജഷൻ. ഇത് നമ്മുടെ തലച്ചോറിലെ വിവിധ ന്യൂറോണുകൾ പരസ്പരം കണക്ട് ചെയ്യാനും അതുപോലെ അതിൽ സിഗ്നൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാനൊക്കെ ഈ ഹോർമോൺസ് സഹായിക്കുന്നത്. സെറോട്ടോണിൻ ലെവൽസ് ഇമ്പാക്ട് അവർ ഇമോഷണൽ വെൽബീയിങ് ആൻഡ് ഇംബാലൻസസ് ക്യാൻ ലീഡ് ടു ഡിപ്രഷൻ, ആങ്സൈറ്റി ആൻഡ് അതർ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്. ഈ സെറോട്ടോണിൻ നമ്മുടെ ക്ഷേമത്തെ, വെൽബീയിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷെ ഇതിന്റെ അസന്തുലിതാവസ്ഥ, ഇംബാലൻസസ് എന്താണ് ചെയ്യുന്നത്? അത് ആങ്സൈറ്റിയും ഡിപ്രഷനും അതുപോലെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇത് റെഗുലേറ്റ്സ് മൂഡ്, നമ്മുടെ മൂഡിനെ, മാനസികാവസ്ഥയെ ക്രമീകരിക്കുന്നു. അതുപോലെ റെഡ്യൂസിങ് സിംറ്റംസ് ഓഫ് ഡിപ്രഷൻ, ആങ്സൈറ്റി, വിഷാദത്തിന്റെയും അതുപോലെ ഉത്കണ്ഠയുടെയും ഒക്കെ ലക്ഷണങ്ങളെ ഇല്ലാതാക്കുന്നു. ഇറ്റ് പ്രൊമോട്ട്സ് ആൾസോ ഹെൽത്തി അപ്പറ്റൈറ്റ് ആൻഡ് ഡൈജഷൻ. ആരോഗ്യകരമായ വിശപ്പും ദഹനവും അത് പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി എങ്ങനെയാണ് അത് നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്? വേസ് ടു ബൂസ്റ്റ് സെറോട്ടോണിൻ നാച്ചുറലി: എക്സർസൈസ്, സൺലൈറ്റ്, ബാലൻസ്ഡ് ഡയറ്റ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എക്സർസൈസ് ചെയ്യുക, സൺലൈറ്റ് കൊള്ളുക, സമീകൃതമായ ആഹാരം, അതായത് ട്രിപ്റ്റോഫിൻ അടങ്ങിയ, അതായത് ടർക്കി, ഫിഷ്, മത്സ്യം, മുട്ട ഒക്കെ അടങ്ങിയ, പ്രോട്ടീൻ അടങ്ങിയ ഈ സാധനങ്ങൾ കഴിക്കുന്നതിലൂടെ നമുക്ക് സെറോട്ടോണിൻ ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മെഡിറ്റേഷൻ ആൻഡ് യോഗ, നമ്മളെ മൈൻഡിന് റിലാക്സ് കൊടുക്കുന്ന യോഗ അതേപോലെയുള്ള മെഡിറ്റേഷനുകളിലൂടെ നമുക്ക് സെറോട്ടോണിനെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തികളിലൂടെ നമുക്ക് ജീവിതത്തിൽ സെറോട്ടോണിന്റെ ലെവൽ ക്രമീകരിച്ചുകൊണ്ട് ലൈഫിൽ വളരെ സന്തോഷകരമായ ലൈഫ് ആസ്വദിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.